ഹായ് ഓൾ, വെൽക്കം ടു മെൻഡർ മൈൻഡ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മഞ്ഞിലൂടെ നടക്കുന്നവരുടെ കാലിലെ ഷൂസ്, അതായത് ആ സ്നോ ഷൂസ് വളരെ വ്യത്യസ്തമാണ് അല്ലേ? നമ്മൾ ഒരു നോർമൽ ഷൂസ് ഇട്ടിട്ട് അല്ല സ്നോയിലൂടെ നടക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതെ, നമ്മൾ സാധാ ഒരു ഷൂസ് ഇട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മളുടെ വെയിറ്റ് കാരണം നമ്മൾ ആ സ്നോയിൽ സിങ്ക് ആയി പോകുന്നുണ്ട് അല്ലേ? കുഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കാല്. പക്ഷെ നേരെ മറിച്ച് ഈ സ്നോ ഷൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് കൺസെപ്റ്റ് ഓഫ് പ്രഷർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വി നോ ആക്ച്വലി പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇസ് ആക്ച്വലി ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏരിയ കൂടുവാണെങ്കിൽ പ്രഷർ കുറയും, ഏരിയ കുറയുവാണെങ്കിൽ പ്രഷർ കൂടും അല്ലേ? അപ്പം ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, സ്നോ ഷൂസിന്റെ കേസിൽ എന്താണ്, നമ്മുടെ ഏരിയ വളരെയധികം കൂടുതലാണ് അല്ലേ? നോർമൽ ഷൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. അങ്ങനെ കൂടുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. അങ്ങനെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നോയിലൂടെ നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സിങ്ക് ആയിട്ട് കാല് സ്നോയിൽ ആഴ്ന്നു പോയില്ല കമ്പയർഡ് ടു നോർമൽ ഷൂസ്. അപ്പം നമ്മൾ എപ്പോഴും സ്നോയിൽ പോകുമ്പോൾ സ്നോ ഷൂസ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.